ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോസ് ടു F12 ട്രാൻസിഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്യൂബ് എടുക്കുന്നു, ഇൻസ്പെക്ഷൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന വേഗത്തിൽ ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത പെയർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ടൈം വേസ്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് കുറച്ച് 2 സെക്കൻഡ് ബ്രേക്ക് എടുത്ത് അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം വേസ്റ്റേജ് ആണ്. സോ നമ്മൾ ക്രോസ് ടു F12 ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് നമ്മൾ ഇൻസ്പെക്ഷൻ ടൈമിൽ തന്നെ ഫസ്റ്റ് പെയർ എവിടെ വരുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. അതിനാണ് ക്രോസ് ടു F12 ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈം കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇടയിലുള്ള പ്രോസസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ക്രോസ് ടു F12 ട്രാൻസിഷൻ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായി ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ ടൈമിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഫിഷ്യൻ്റായി ക്രോസ് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, അതുപോലെ തന്നെ F12 അറിയില്ലെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ എക്സാമ്പിൾസാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ക്രാമ്പിൾ തരും, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷനിൽ എങ്ങനെ ഫസ്റ്റ് പേരെ പ്രിഡിക്റ്റ് ചെയ്യാമെന്നുള്ള നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഇൻസ്പെക്ഷൻ ടൈം, അത് നമ്മൾ ആദ്യം, നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, ക്യൂബ് കിട്ടിയ ഉടനെ ജസ്റ്റ് നോക്കുക പിന്നെ സോൾവ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ ചെയ്യരുത്. മാക്സിമം ടൈം ഇൻസ്പെക്ഷൻ നോക്കണം, ക്രോസ് എങ്ങനെ പ്രോപ്പറായി ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ആ ക്രോസിൻ്റെ മൂവ്മെൻറ്റ്സ് ഇല്ലേ, അത് ചെയ്യുമ്പോൾ ഏത് F12 പെയറാണോ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ എഡ്ജും കോർണറും എവിടെ പോകുന്നതും കൂടി നോക്കണം. അപ്പോൾ ഇൻസ്പെക്ഷൻ ടൈം നമ്മൾ കൂടുതൽ എടുക്കണം, എന്നാൽ മാത്രമേ ഈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മുടെ റെഡും ഗ്രീനും ആ ഒരു ഓർഡറിൽ വന്നിട്ടുണ്ട്. റെഡിൻ്റെ റൈറ്റ് സൈഡ് അല്ലേ ഗ്രീൻ. സോ ഓറഞ്ച് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതിനെ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ബ്ലൂ ഇവിടെയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് റെഡിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഈ ബ്ലൂവിനെ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ഡീ പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആ ഒരു ഓർഡറിൽ വരും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ F12ൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ കുറേ മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു പെയർ ആൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ്. സോ ഇതിനെ ഫസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ പെയർ നേരെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. സോ ഇതിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പെയർ ഇവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഡീ പ്രൈം ചെയ്യുമ്പോൾ ആ പെയറിന് ഒരു മാറ്റം ഉണ്ടാവില്ല, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ആ പെയറിന് ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും ആ പെയർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ നമുക്ക് ചെയ്തു നോക്കാം. എന്നിട്ട് നമുക്ക് ആ പെയറിനെ അപ്പം തന്നെ ഇൻസേർട്ട് ചെയ്യാം. അതിനാദ്യം ക്രോസ് ചെയ്തതിന് ശേഷം ആ പെയർ എവിടെയാണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാം ആ പെയർ അവിടെ വരും എന്ന്. ഇനി അങ്ങനെ പെയർ വന്നിട്ടില്ലെങ്കിലും ഓരോരോ എഡ്ജിൻ്റെയും കോർണറിൻ്റെയും ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ നോക്കി വെക്കണം. നമുക്കിവിടെ ഈസി ആയിട്ടുള്ള ഒരു കേസും കൂടി നോക്കാം. അതിനുശേഷം സ്ക്രാമ്പിൾ തന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെയ്യാം. സോ ഇവിടെ നോക്കാം, നമ്മുടെ ബ്ലൂവും റെഡും ആൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത് ഈ ഓറഞ്ചും ഗ്രീനും മാത്രമാണ്. സോ ഫസ്റ്റ് നമുക്ക് F ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് ഇവിടെ പെയർ ആവും. അപ്പോൾ ഈ ഗ്രീൻ ഇവിടെ എത്തും. ദെൻ ജസ്റ്റ് ഒന്ന് ഡി പ്രൈം LD അത് ചെയ്ത് കഴിഞ്ഞാൽ അതും കറക്റ്റ് വരും. അപ്പോൾ ഇനി നമുക്ക് F12 പെയർസ് നോക്കാം. ഇത് ഈസിയാണ്, അധികം മൂവ്മെൻറ്റ്സും വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി കുറച്ച് ബുദ്ധിമുട്ടുള്ള മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പെയർ നോക്കാം, ഓറഞ്ച് ബ്ലൂ പെയർ. സോ ഫസ്റ്റ് F ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു ചേഞ്ചും വരില്ല. എന്നിട്ട് R പ്രൈം ചെയ്യുമ്പോൾ ഈ കോർണർ പീസ് ഇവിടെ ടോപ്പിൽ വരും, അത് വൈറ്റ് ആൻഡ് ടോപ്പിൽ ഫേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ എഡ്ജ് പീസ് ഇവിടേക്കും വരും. എന്നിട്ട് ഈ ഗ്രീനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഡി പ്രൈം LD ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മാറ്റവും വരില്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ കളറും കൂടി നോക്കാം. ഈ ഓറഞ്ചാണ് ഇവിടെ വരുന്നത്, വൈറ്റ് ടോപ്പുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കേസ് മനസ്സിലാവുമല്ലോ. ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട പീസ് കറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കോർണർ പീസ് വൈറ്റ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ ആ കോർണറിനെ ഒന്ന് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം.
സോ ഫസ്റ്റ് ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യുന്നു, ഗ്രീനെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചാൽ പെയറായി. ഈസി ആയിട്ട് പെയർ ചെയ്യാം, നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം, ചെയ്യുന്നതിന് മുന്നേ തന്നെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രാമ്പിൾ. ഗ്രീൻ ഫ്രണ്ടും വൈറ്റ് ടോപ്പും വെച്ചാണ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ബ്ലൂ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂവിനെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഗ്രീന് ഓപ്പോസിറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്, ബ്ലൂവിൻ്റെ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഗ്രീനിനെ ഇൻസേർട്ട് ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ ഈ റെഡിനെ വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ ഒപ്പം ഇൻസേർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് റെഡിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെ എത്തും. ദെൻ ഗ്രീനിനെ ഇൻസേർട്ട് ചെയ്യുന്നു R2 ചെയ്തിട്ട്, എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഡീപ്രൈം ചെയ്ത് ഒന്ന് ഇങ്ങോട്ട് വയ്ക്കുന്നു. അപ്പോഴും നമ്മുടെ ഓറഞ്ച് ഇവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഓറഞ്ചിനെയും ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒന്നുകൂടിയും ഡീപ്രൈം ചെയ്തിട്ട്, അപ്പോൾ ബ്ലൂ ഇവിടെ എത്തിയിട്ടുണ്ടാവും. R2 ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂം ഇൻസേർട്ട് ആവും. ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ ക്രോസ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് F12നെ പ്രഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, പക്ഷേ ഇതാവുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ്സ് മാത്രം വരുന്നതുകൊണ്ട് ഇതിനെ നോക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. ബാക്കി ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബോട്ടം ലെയറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ F12 ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് കോർണർ പീസ് ബോട്ടം ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ജസ്റ്റ് നോക്കാം, എല്ലാ F12 പേഴ്സും നോക്കി വയ്ക്കാം, ഏതാണ് ബെസ്റ്റ് എങ്കിൽ ചൂസ് ചെയ്യാം. സോ ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ റെഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു മാറ്റവും വരില്ല. പിന്നെ ഈ ഗ്രീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ പെയർ നേരെ ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓറഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ, ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ പെയർ നേരെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ബ്ലൂവിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി R2 ചെയ്യുമ്പോൾ ഈ പെയർ നേരെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പെയറിൻ്റെ ലൊക്കേഷൻ ഇവിടെ ആയിട്ടുണ്ടാവും. ഈ ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആ F12 പെയർ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത സ്ക്രാമ്പിൾ. ഇതും ഗ്രീൻ ഫ്രണ്ടും വൈറ്റ് ടോപ്പും വെച്ചാണ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇവിടെ റെഡ് ആൾറെഡി വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബ്ലൂ, ദെൻ ഓറഞ്ച് ഇവിടെയുണ്ട്. സോ നമുക്ക് ഗ്രീനെയും റെഡിനെയും ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ റെഡിന് ബ്ലൂവിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വയ്ക്കാം. എന്നിട്ട് ഈ ഗ്രീനെ ഇൻസേർട്ട് ചെയ്ത ശേഷം ബ്ലൂവിനെ R2 ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് ഇവിടെ വരും. എന്നിട്ട് F ചെയ്ത് ഓറഞ്ചിനെയും ഇൻസേർട്ട് ചെയ്യാം. ദെൻ R ചെയ്ത് ബ്ലൂവിനെ നോർമൽ പൊസിഷനിൽ വെക്കാം. എന്നിട്ട് ഡീപ്രൈം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് വരും. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് പെയർ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് റെഡിനെ ബാക്ക് സൈഡിൽ വയ്ക്കുമ്പോൾ ഇതിന് ചേഞ്ച് ഒന്നും വരില്ല. പിന്നെ ഈ ഗ്രീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ കോർണർ പീസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോർണറിനെ നോക്കാം. കോർണർ പീസ് ഇവിടെ ഉണ്ടാവും ഗ്രീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഈ ബ്ലൂവിനെ ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടേക്കൊരു മൂവ്മെൻറ്റ്സും വരുന്നില്ല. സോ നമ്മൾ ഈ ക്രോസ് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാലും ഈ കോർണർ പീസ് ഇവിടെ തന്നെ ഇരിക്കും. അതിൽ വൈറ്റ് ആയിരിക്കും ടോപ്പ് സൈഡിൽ വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് എഡ്ജ് പീസിൻ്റെ കാര്യം നോക്കാം. ഇതിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഇതിനെ ഇങ്ങോട്ട് വയ്ക്കുമ്പോഴും എഡ്ജിന് ചേഞ്ച് വരില്ല. പിന്നെ R2 F ചെയ്യുമ്പോൾ ഈ എഡ്ജ് പീസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, ബ്ലൂ റൈറ്റ് സൈഡിൽ വന്നിട്ട്. എന്നിട്ട് നമ്മൾ ഈ ബ്ലൂവിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി R ചെയ്യുമ്പോൾ ഈ എഡ്ജ് പീസ് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് എത്തും. ബ്ലൂ സൈഡാണ് ഇവിടെ വരുന്നത്.
എന്നിട്ട് ഡീപ്രൈം ചെയ്യുമ്പോൾ ഈ എച്ച് പീസ് ഇവിടെ തന്നെ ഉണ്ടാവും, കോർണർ പീസ് വൈറ്റ് ടോപ്പായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ബ്ലൂ കറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പെയറായിട്ടുണ്ടാവും. അത് നമുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. സോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എച്ച് പി സി ഇവിടെയുണ്ട്, കോർണർ പീസ് ഇവിടെയുണ്ട്. സോ ഇത് നമുക്ക് ഫസ്റ്റ് പെയർ ചെയ്യാം. ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല, ഇവിടെ നിന്ന് പെയർ ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ ടൈമിൽ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്യൂബിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.